പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ എക്കോണമി ആൻഡ് ഈസ് എക്കണോമിക് ഇമ്പാക്ട്. ഡിജിറ്റൽ എക്കോണമി, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ അതിന്റെ എക്കണോമിക് ഇമ്പാക്റ്റുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിജിറ്റൽ എക്കോണമി റെഫേഴ്സ് ടു എക്കണോമിക് ആക്ടിവിറ്റി ദാറ്റ് ആർ ഡ്രിവൺ ബൈ ഡിജിറ്റൽ ടെക്നോളജി. ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യുന്നതിന് ഡിജിറ്റൽ എക്കോണമി എന്ന് പറയാം. അതിൽ ഇന്റർനെറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ബിഗ് ഡാറ്റ, ബ്ലോക്ക് ചെയിൻ, മൊബൈൽ ടെക്നോളജി, ഇങ്ങനെയുള്ള ടെക്നോളജികൾ, ഡിജിറ്റൽ ടെക്നോളജികൾ യൂസ് ചെയ്തുകൊണ്ട് എക്കണോമിക് ആക്ടിവിറ്റി ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡിജിറ്റൽ എക്കോണമി എന്ന് പറയും. ഇറ്റ് represents the shift from traditional industry to more technology driven, interconnected and automated economic system. ഇത് ട്രഡീഷണൽ വ്യവസായത്തിൽ നിന്നും ഒരു ടെക്നോളജി ഡ്രിവൺ വ്യവസായത്തിലേക്ക്, ഒരു ഇന്റർകണക്റ്റഡ് ഓട്ടോമേറ്റഡ് എക്കണോമിക് സിസ്റ്റത്തിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ആണ് ഇതിലൂടെ നടക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഡിജിറ്റൽ എക്കോണമി. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് കണക്ടിവിറ്റി ആൻഡ് ഗ്ലോബലൈസേഷൻ. ദ ഇന്റർനെറ്റ് കണക്ട്സ് ബിസിനസ് ആൻഡ് കൺസ്യൂമേഴ്സ് വേൾഡ് വൈഡ്. വേൾഡ് വൈഡിലുള്ള കൺസ്യൂമേഴ്സ് ആയിട്ടും ബിസിനസ് ആയിട്ടും ഇതിനൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ സാധനങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ അതൊരു എന്താണ്, വലിയ വേൾഡ് വൈഡിൽ സാധനങ്ങൾ സെയിൽ ചെയ്യാൻ സാധിക്കും. കമ്പനീസ് ക്യാൻ ഓപ്പറേറ്റ് ഇന്റർനാഷണലി വിത്തൗട്ട് എ ഫിസിക്കൽ പ്രസൻസ്. കമ്പനിക്ക് ഇന്റർനാഷണൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും വിത്തൗട്ട് ഫിസിക്കൽ പ്രസൻസ്. ഫിസിക്കൽ പ്രസൻസിന്റെ ആവശ്യമില്ല. ഡാറ്റ ഡ്രിവൻ എക്കോണമി. ബിഗ് ഡാറ്റ അനലിറ്റിക്സ് ഹെൽപ്പ് ബിസിനസ് മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഡാറ്റകൾ ഇതിലൂടെ ലഭ്യമായിട്ടാണ് ഈ പല അനലിറ്റിക്സുകളും നടക്കുന്നത്. നാളത്തെ സെയിൽസ്, എങ്ങനെയാണ് സെയിൽസ് മുന്നോട്ട് പോകുന്നത്, കമ്പനിയുടെ പൊസിഷൻ, ഈ കാര്യങ്ങളൊക്കെ ഡാറ്റ അനലിറ്റിക്സിലൂടെയാണ് സഹായകമാണ്. ആൾക്കാരുടെ താല്പര്യം എന്ത്, ഏത് ഗുഡ്സിലാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് വലിയ ഡാറ്റകൾ ഇതിലൂടെ സെക്യൂർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണക്റ്റഡ് ആണ്. അപ്പൊ അതിലൂടെ സെയിൽ ചെയ്യുന്നതിന്റെ ഡാറ്റ ഒക്കെ ലഭ്യമാണ്. അതിലൂടെ ഇൻഫോംഡ് ഡിസിഷൻ ലഭിക്കും. AI ആൻഡ് മെഷീൻ ലേണിംഗ് എൻഹാൻസ് ഓട്ടോമേഷൻ ആൻഡ് പേഴ്സണലൈസേഷൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും എൻഹാൻസ് ഓട്ടോമേഷൻ ആൻഡ് പേഴ്സണലൈസേഷൻ. നമ്മളിപ്പോ ഒരു യൂട്യൂബ് തുറക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ നമ്മൾക്ക് താല്പര്യം എന്താണോ അതാണ് അതിൽ കാണുന്നത്. അതെന്തുകൊണ്ടാ? നമ്മളെ ഡാറ്റ അതിലൂടെ, നമ്മൾ മുൻപ് കണ്ടിരുന്ന ഡാറ്റ അവരുടെ കയ്യിൽ ലഭ്യമാണ്. അത് ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം ഉപയോഗിച്ച് അല്ലെങ്കിൽ യൂട്യൂബിന്റെ അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ട് അതിനനുസരിച്ച് പേഴ്സണലൈസ് ചെയ്തിട്ട് സാധനങ്ങൾ വരിക. നമ്മൾ ഒരു ടീഷർട്ട് വാങ്ങാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു വട്ടം സെർച്ച് ചെയ്ത് വീണ്ടും തുറക്കുമ്പോൾ അതാണ് ഓപ്പൺ ചെയ്ത് വരിക. അതാണ് പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. ഇ കൊമേഴ്സ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ, അലിബാബ, ഫ്ലിപ്കാർട്ട് ഇനാബിൾ ഡിജിറ്റൽ ട്രേഡ്. ഓൺലൈനിലൂടെ ട്രേഡ് നടക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഇ കൊമേഴ്സ്. ഡിജിറ്റൽ പേയ്മെന്റ്, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എന്ന് പറയും. പേപ്പാൽ, UPI, ബിറ്റ് കോയിൻ, നമ്മൾ ഗൂഗിൾ പേ പോലുള്ള പല കാര്യം. ഫെസിലിറ്റേറ്റ് സീംലെസ് ട്രാൻസാക്ഷൻ. ഓട്ടോമേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മെഷീൻസ് ആൻഡ് ആൽഗോരിതം റീപ്ലേസ് ട്രഡീഷണൽ മാനുവൽ പ്രോസസ്. ട്രഡീഷണൽ ആയിട്ടുള്ള മാനുവൽ പ്രോസസ്സ് ഒക്കെ റീപ്ലേസ് ചെയ്തു മെഷീൻ ആൻഡ് ആൽഗോരിതം. ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള പരസ്യങ്ങളാണ് നമ്മുടെ മൊബൈലിൽ നമ്മൾ ഒരു വീഡിയോ കാണുമ്പോൾ വരുന്നത്. ഓക്കെ, അത് നമ്മൾ അതിന്റെ ആൽഗോരിതം ഉപയോഗിച്ചുകൊണ്ടാണ്. AI ഡ്രിവൺ സിസ്റ്റം ഇംപ്രൂവ് എഫിഷ്യൻസി ഇൻ ഇൻഡസ്ട്രി ലൈക്ക് ഹെൽത്ത് കെയർ, ഫിനാൻസ് ആൻഡ് മാനുഫാക്ചറിങ്. പല മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗം എന്ത് ചെയ്തിട്ടുണ്ട്? ആ വ്യവസായത്തിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്ലാറ്റ്ഫോം ബേസ്ഡ് എക്കോണമി. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള മാർക്കറ്റ് ഇന്ററാക്ഷൻ ആണ്. ഓരോ പ്ലാറ്റ്ഫോം ബേസ് ചെയ്തിട്ടാണ് എക്കോണമി വർക്ക് ചെയ്യുന്നത്. പ്ലാറ്റ്ഫോം പ്രൊവൈഡ് സർവീസ് വിത്തൗട്ട് ഓണിംഗ് ഫിസിക്കൽ അസറ്റ്. ഫിസിക്കൽ അസറ്റ് ഇല്ലാതെ ഈ പ്ലാറ്റ്ഫോമുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. യൂബർ ഡെസിൻഡ് ഓൺ കാർ. യൂബർ എന്നുള്ള പ്ലാറ്റ്ഫോമിന് ഒരിക്കലും കാറ് സ്വന്തമായിട്ടില്ല. ഈ എയർബിഎൻബി ഡെസിൻഡ് ഓൺ ഹോട്ടൽ. ഹോട്ടലുകൾ എയർബിഎൻബിക്ക് സ്വന്തമായിട്ടില്ല. പക്ഷേ എയർബിഎൻബിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ചെക്ക് ചെയ്താൽ നമുക്ക് ഹോട്ടൽ സൗകര്യങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അതാണ് പ്ലാറ്റ്ഫോം ബേസ്ഡ് എക്കോണമി. റിമോട്ട് വർക്ക് ആൻഡ് ഗിഗ് എക്കോണമി. ഓൺലൈൻ ജോബ് പ്ലാറ്റ്ഫോം ഇനാബിൾ ഫ്ലെക്സിബിൾ വർക്ക് അറേഞ്ച്മെന്റ്. അതേപോലെ തന്നെ എംപ്ലോയീസ് ക്യാൻ വർക്ക് റിമോട്ട്ലി യൂസിങ് ക്ലൗഡ് ബേസ്ഡ് ടൂൾസ്. ഗിഗ് എക്കോണമി എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ട് ടൈം ജോബുകൾ, ഫ്രീലാൻസ് ജോബുകളൊക്കെ ഗിഗ് എക്കോണമിയാണ്. അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സാധ്യതകളാണ്. ഡിജിറ്റൽ ഇന്നോവേഷൻ ആൻഡ് സ്റ്റാർട്ടപ്പ്. ടെക് സ്റ്റാർട്ടപ്പ്, ഫിൻടെക് കമ്പനീസ് ആർ ട്രാൻസ്ഫോമിംഗ് ഇൻഡസ്ട്രി. ഗവൺമെന്റ് സപ്പോർട്ട് ഡിജിറ്റൽ എന്റർപ്രണർഷിപ്പ് ത്രൂ പോളിസി ആൻഡ് ഫണ്ടിങ്. ഗവൺമെന്റ് പല ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ വ്യവസായങ്ങൾ, ഡിജിറ്റൽ സാധ്യതകൾക്കും വലിയ പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ദ ഡിജിറ്റൽ എക്കോണമി. ഡിജിറ്റൽ എക്കോണമിക്ക് ഫിസിക്കൽ പ്രസന്റിന്റെ ആവശ്യമില്ലാത്ത വലിയ സാധ്യതകളുള്ള ഒരു എക്കോണമിയാണ് ഡിജിറ്റൽ എക്കോണമി എന്ന് പറയുന്നത്. ഇത് 3 മേഖലകളിലെ എക്കണോമിക് ഇമ്പാക്ട് ആണ് നോക്കുന്നത്. ഇമ്പാക്ട് ഓൺ എക്കണോമിക് ഗ്രോത്ത്. ഡിജിറ്റൽ എക്കോണമി ഹാസ് സിഗ്നിഫിക്കന്റ്ലി കോൺട്രിബ്യൂട്ട് ടു ഗ്ലോബൽ എക്കണോമിക് ഗ്രോത്ത്. ഗ്ലോബൽ എക്കണോമിക് ഗ്രോത്തിന് ഡിജിറ്റൽ എക്കോണമി സിഗ്നിഫിക്കന്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇൻക്രീസ് ഇൻ GDP. കൺട്രീസ് വിത്ത് സ്ട്രോങ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പീരിയൻസ് ഹയർ GDP ഗ്രോത്ത്.
ഒരു കൺട്രിക്ക് ഏറ്റവും ഹൈ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ ആ രാജ്യം ഹൈ GDP ഗ്രോത്ത് ഉണ്ടാകും. ബൂസ്റ്റിംഗ് ഇന്റർനാഷണൽ ട്രേഡ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അലോ ബിസിനസ് ടു എക്സ്പാൻഡ് ബിയോണ്ട് ബോർഡർ ഇല്ലാതെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ലഭിക്കുന്നത്. അതിലൂടെ തന്നെ ഇന്റർനാഷണൽ ട്രേഡ് ബൂസ്റ്റ് ചെയ്യും. ഓക്കെ, പല സാധനങ്ങൾ കൈമാറ്റങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്നുണ്ട്. എൻകറേജിങ് ഇന്നോവേഷൻ, സ്റ്റാർട്ടപ്പ് ആൻഡ് ടെക് ഫേംസ് ഡെവലപ്പ് ന്യൂ സൊല്യൂഷൻ, ക്രിയേറ്റ് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല സ്റ്റാർട്ടപ്പുകളും ടെക് ഫേമുകളും പുതിയ സൊല്യൂഷനുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുതിയ ഇന്നോവേഷൻ ഇതിലൂടെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇനി ഇമ്പാക്ട് ഓൺ പ്രൊഡക്ടിവിറ്റി, ഡീറ്റലൈസേഷൻ ഹാസ് ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി ഇൻ വേരിയസ് മേഖലകളിൽ ഡീറ്റലൈസേഷൻ എന്ത് ചെയ്യുന്നു, പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. ഓട്ടോമേഷൻ, AI പവേർഡ് റോബോട്ട് സോഫ്റ്റ്വെയർ റെഡ്യൂസ് മാനുവൽ ലേബർ. ഈ AI പവേർഡ് റോബോട്ടുകളും സോഫ്റ്റ്വെയറും മാനുവൽ ലേബർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ തന്നെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എഫിഷ്യൻസി ഗെയിൻ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് ഹെൽപ്പ് ബിസിനസ് മേക്ക് ഫാസ്റ്റർ ആൻഡ് സ്മാർട്ടർ ഡിസിഷൻ. നമ്മളെ ഡാറ്റ അനലിറ്റിക്സും അതല്ല ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഡാറ്റ അനലിറ്റിക്സ് പറഞ്ഞാൽ നമ്മൾ ഇതുവരെയുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ട് അടുത്ത ബിസിനസ് ഡിസിഷനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഫാസ്റ്റർ ആയിട്ട് സ്മാർട്ടർ ഡിസിഷൻ എടുക്കാൻ സാധിക്കും. ഒരു കമ്പനി ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് ഒരു വർഷം മാർക്കറ്റിൽ ഇറക്കി, അപ്പം അതിലുള്ള ആളുകളുടെ താല്പര്യത്തെ കുറിച്ച് അതിന്റെ സെയിൽസ് ഡാറ്റയും മറ്റു ഡാറ്റകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതൊക്കെ അതിലൂടെ അറിയാൻ സാധിക്കും. എൻഹാൻസ്ഡ് കൊളാബറേഷൻ, ഡിജിറ്റൽ ടൂൾ സൂം, സ്ലാക്ക്, ഗൂഗിൾ ഡോക്സ് ഇംപ്രൂവ് ടീം വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഒരു കൊളാബറേഷൻ, ഇവർ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി പ്രസന്റ് അല്ലെങ്കിലും കമ്പനിയിൽ ഫിസിക്കലായിട്ട് ഒരു ഓഫീസും കൂടി ആവശ്യം ഇന്നത്തെ കാലത്തില്ല. പക്ഷെ ഇവർ തമ്മിൽ ഒരു കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇമ്പാക്ട് ഓൺ എംപ്ലോയ്മെന്റ്, ഡിജിറ്റൽ എക്കോണമി ഹാസ് ക്രിയേറ്റഡ് ബോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചാലഞ്ചസ് ഇൻ ദ ജോബ് മാർക്കറ്റ്. ജോബ് മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റീസും ചാലഞ്ചസും ക്രിയേറ്റ് ചെയ്തിട്ട് ഡിജിറ്റൽ എക്കോണമി. ന്യൂ ജോബ് റോൾസ്, പുതിയ ജോബ് റോൾസ് ഇൻട്രൊഡ്യൂസ് വന്നിട്ട്. ഡിമാൻഡ് ഫോർ ഡാറ്റ സയന്റിസ്റ്റ്, സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഹാസ് ഇൻക്രീസ്ഡ്. പല പുതിയ ജോലി സാധ്യതകൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഡാറ്റ അനലിറ്റിക്സ്, അങ്ങനെ പല പുതിയ സാധ്യതകൾ വന്നിട്ടുണ്ട്. ദ റൈസ് ഓഫ് ദ ഗിഗ് എക്കോണമി, പ്ലാറ്റ്ഫോം ലൈക്ക് യൂബർ, അപ്വർക്ക്, ഫൈവർ ഇനാബിൾ ഫ്ലെക്സിബിൾ വർക്ക് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ സ്വിഗ്ഗിയിൽ ഒരാൾ വർക്ക് ചെയ്യുന്ന അതിന് ഗിഗ് എക്കോണമി എന്നാ പറയാം. എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ആയിട്ടാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ ആയിട്ട് ആളുകൾക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ലഭ്യമാകുന്നത്. ഇന്ന് ഒരു കേരളത്തിൽ ഒരു പഠനം നടത്തിയ സമയത്ത് കേരളത്തിലുള്ള യുവാക്കൾക്ക് രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള ഇങ്ങനെയുള്ള ഒരു ഫ്ലെക്സിബിൾ അല്ലാത്ത റിജിഡ് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് ഒരു പഠന റിപ്പോർട്ട് വന്നിരുന്നു. അപ്പോൾ ഇത് നൽകുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ ഒരു കമ്പനിയുടെ വർക്ക് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന സമയത്ത് ആ വർക്ക് ചെയ്ത് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ജോബ് ഡിസ്പ്ലേസ്മെന്റ്, ഓട്ടോമേഷൻ AI മേ റീപ്ലേസ് ട്രഡീഷണൽ ആയിട്ടുള്ള ജോബുകൾ റീപ്ലേസ് ചെയ്യും. റിക്വയറിംഗ് വർക്ക് ഫോഴ്സ് റീസ്കില്ല് ചെയ്ത വർക്ക് ഫോഴ്സിനാണ് റിക്വയർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഡിജിറ്റൽ എക്കോണമി പല മേഖലകളിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉള്ളതാണ്, പുതിയ സാധ്യതകളാണ് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.